മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ നമ്മുടെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? ഉദ്ഗ്രഥനം 2ാം ദിവസമാണല്ലേ, അഥവാ ഇന്റഗ്രേഷൻ ഡേ 2 ആണ് എക്സാം വരുന്നത്. അപ്പൊ ഇന്നത്തെ എക്സാം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് നാളത്തെ എക്സാമിന് പഠിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? റെഡി ആണെങ്കിൽ വേഗം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേ. നാളത്തെ എക്സാമിന് പഠിക്കാൻ റെഡി ആയിട്ട് വന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാല്ലേ. മക്കളുടെ പേര് കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വെറും 89 രൂപയ്ക്ക് കൂട്ടുകാർക്ക് ഇപ്പം മെമ്പർഷിപ്പ് എടുക്കാൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉദ്ഗ്രഥനം അഥവാ ഇന്റഗ്രേഷൻ എക്സാമിന് ചോദിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നാളത്തെ എക്സാമിന് ചോദിക്കുക അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിനെ കുറിച്ച് കേട്ടോ. വിവിധ തരം വീടുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ മക്കളെ. ഏതൊക്കെ വീടുകളുടെ പേരുകൾ നമുക്കറിയാം? ഏതൊക്കെ വീടുകളുണ്ട്? ഓടിട്ട വീടുണ്ട്, പിന്നെയോ കോൺക്രീറ്റ് വീടുണ്ട്, പിന്നെയോ മക്കളെ നമ്മൾ ഓലമേഞ്ഞ വീടുണ്ട്, അതുപോലെ ഷീറ്റ് ഇട്ട അല്ലെ ടിൻ ഷീറ്റ് വീടുകളുണ്ട്, പിന്നെ നമ്മുടെ മഞ്ഞ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേക തരം വീടുണ്ടല്ലോ മക്കളെ, തണുത്ത പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നത്. എന്താണ് അതിന് പറയാ? ഇഗ്ലൂ എന്ന് പറയും അല്ലെ. പിന്നെ മരത്തിന്റെ മുകളിലൊക്കെ കെട്ടി ഉണ്ടാക്കുന്ന വീട് നമ്മൾ ഏറുമാടം എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്ന വീടിനെ നമ്മൾ എന്ത് പറയും മക്കളെ? ടെന്റ് അല്ലെ. നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് അല്ലെ ടെന്റ്. അങ്ങനെ വിവിധ തരം വീടുകളെ പേരുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ വീടുകളുടെ പേരുകളൊക്കെ മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇന്ന് നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ വിവിധ തരം വീടുകളുടെ പേരുകൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു പാട്ടിലൂടെ നമ്മൾ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം മക്കൾ ഓർത്തിരിക്കട്ടെ. എന്തെല്ലാം പണികളാണ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ? ആദ്യം എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ തറ കെട്ടണം അല്ലെ, പിന്നെ ചുമര് പടുക്കണം, അതുപോലെ തന്നെ മേൽക്കൂര വാർക്കണം. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരു വീട് പണിക്കെന്ന് പറയുന്നത്. അപ്പൊ ആ ഓരോ ഘട്ടങ്ങളുടെ പേരുകൾ മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കൾ. ആ പാട്ടൊക്കെ 1-2 പ്രാവശ്യമൊക്കെ നന്നായിട്ട് പാടി നോക്കുക കേട്ടോ. അപ്പൊ മക്കൾക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആവും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഏതൊക്കെയുണ്ട് മക്കളെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ എന്ന് പറയുന്നത്? കൽപ്പണിയുണ്ട് അല്ലെ, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പെയിന്റിങ് എന്താണ്? വീടുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. വയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണ് അല്ലെ. അപ്പൊ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കൾ പഠിച്ചിരിക്കുക കേട്ടോ. വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകൾ ഏതൊക്കെയാ എന്നുള്ളത്. അത് ചിലപ്പോൾ മക്കൾക്ക് ചിത്രങ്ങളായിട്ട് തരും. അതായത് മിസ് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായാലും വീടിന്റെ ഒരു ചിത്രം തന്നിട്ട് ചുറ്റിലും എന്ത് ചെയ്യും? ഒരുപാട് തൊഴിലുകളുടെ പേരുകൾ കൊടുക്കും. അത് ചിലപ്പോൾ ടീച്ചർ ഉണ്ടായിരിക്കാം, എഞ്ചിനീയർ ഉണ്ടായിരിക്കാം, ഡോക്ടർ ഉണ്ടായിരിക്കും. അങ്ങനെ അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശാരിയുടെ ചിത്രം ഉണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി ആളുകളുടെ ചിത്രങ്ങൾ, ജോലി ചെയ്യുന്ന ആളുകളുടെ ചിത്രങ്ങൾ തന്നിട്ട് വീട് പണിയുമായി ബന്ധപ്പെട്ട പണികൾ ഏതൊക്കെയാന്ന് കണ്ടെത്തിയിട്ട് അതിന് ആ വീടിന്റെ ചിത്രത്തിലോട്ട് മാച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സിലബസ് ഒക്കെ മാറി വരുന്നതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിലബസിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം കേട്ടോ. എന്തായാലും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളുടെ പേരുകളൊക്കെ മക്കൾ പഠിച്ചിരുന്നോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മക്കളെ, അപ്പൊ ആ ഒരു ഭാഗം കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ വിത്ത് വിതരണത്തെ കുറിച്ചിട്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ മിസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോയിൽ മക്കൾക്ക് അത് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വിത്ത് വിതരണത്തെ കുറിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. ഏതൊക്കെ രീതിയിലാണ് മക്കളെ വിത്ത് വിതരണം നടക്കുന്നത്? എല്ലായിടത്തും നമ്മൾ പോയിട്ട് ഇങ്ങനെ വിത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടാണോ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ മാത്രം കുഴിച്ചിട്ടിട്ടാണോ? അല്ല, മറ്റ് പല രീതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? എന്ത് നടക്കുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, വെണ്ട പോലുള്ള വിത്തുകളൊക്കെ എന്താണ് മക്കളെ ചെയ്യുന്നത്? പൊട്ടിത്തെറിച്ചാണ് ഉണ്ടാവുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു പൂച്ചെടിയാണ് കാശിത്തുമ്പ എന്ന് പറയുന്നത്. അതിന്റെ വിത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് വിത്ത് വിതരണം നടക്കുന്നത്? അത് പൊട്ടിത്തെറിക്കുന്നതിലൂടെ വിത്ത് വിതരണം നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ വെണ്ടയും കാശിത്തുമ്പയ്ക്ക് എന്തെയാണ് വിത്ത് വിതരണം നടക്കുന്നത്? അത് പൊട്ടിത്തെറിയിലൂടെയാണ് നടക്കുന്നത്.
ഇനി അതുപോലെ തന്നെ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ചെടികളുണ്ട് അല്ലെ. ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ അപ്പൂപ്പൻ താടി മക്കൾ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ച് നമ്മളൊക്കെ കളിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ അപ്പൂപ്പൻ താടിയുടെ അറ്റത്ത് ഒരു ബ്ലാക്ക് ഒക്കെ കളറിൽ മക്കൾക്ക് ഒരു സാധനം കാണാം അല്ലെ. ഒരു മരത്തിന്റെ ഒക്കെ നിറത്തിൽ എന്ത് ചെയ്യാം, ഒരു സാധനം കാണും. എന്താണത് മക്കളെ? എന്താണ്? അതിന്റെ വിത്താണ് അല്ലെ. ഈ അപ്പൂപ്പൻ താടി എന്ത് ചെയ്യും? കാറ്റിലൂടെ അങ്ങനെ പറന്ന് ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടെ വീഴും. അപ്പൊ എന്താ, പിന്നീട് വെള്ളവും വളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അവിടെ അത് ഒരു മരമായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പൊ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ചെടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹാഗണി അല്ലെ, അതിന്റെ ആ ഒരു സാധനമൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കളിക്കാറൊക്കെ ഇല്ല മക്കളെ. അപ്പൊ അതും കാറ്റിലൂടെ പറന്നു പോയിട്ട് വിത്ത് വിതരണം നടത്തുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പൊ കാറ്റിലൂടെ വിത്ത് വിതരണം നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പൊട്ടിത്തെറിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തുകളൊക്കെ നമ്മുടെ മേല് പറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട് അല്ലെ. നമ്മളിപ്പം കാട്ടിലൂടെ ഒന്ന് മക്കൾ നടന്നു നോക്കിക്ക്, കുറച്ച് ചെടികളൊക്കെ സ്ഥലത്തൂടെ നടന്നു പോവാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം? കുറെ പുല്ലുകളൊക്കെ, കുറെ സാധനങ്ങളൊക്കെ നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാറുണ്ട്? പറ്റി പിടിച്ചതിനൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ ഇടും. അല്ലാതെ എവിടെ നിന്നാണോ പറ്റി പിടിച്ചത് അവിടെ കൊണ്ട് കളയോ? നമ്മൾ ഇല്ല. നമ്മൾ എവിടെ നിൽക്കുന്നത്, എവിടെ നിന്നാണോ അത് കാണുന്നത്, അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ കളയും. അതെന്താണ് മക്കളെ? പുല്ല് എന്താണ്? വിത്തുകളാണ് ഉള്ളിലുള്ളത് അല്ലെ. ചില പുല്ലുകളുടെയൊക്കെ വിത്തുകളാണ് അതിലുള്ളത്. നമ്മുടെ അസ്തപ്പുല്ല് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത്തരം വിത്തുകൾ എന്താണ്? നമ്മുടെ ദേഹത്തൊക്കെ പറ്റി പിടിച്ചുകൊണ്ടാണ് വിത്ത് വിതരണം നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വിത്ത് വിതരണമാണ് ഈ ജീവികളിലൂടെ അല്ലെ, അവയുടെ വിസർജ്യങ്ങളിലൂടെയും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കാക്കയൊക്കെ എന്ത് ചെയ്യും മക്കളെ? പേരക്കയോ ഒക്കെ കൊത്തി കഴിക്കും അല്ലെ. പേരക്കയിൽ മക്കൾക്ക് അറിയാലോ ഒരുപാട് ചെറിയ ചെറിയ കുരുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് കൊത്തി കഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പാറിപ്പെട്ട് അവിടെ കാഷ്ടിക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും മക്കളെ? അതിന്റെ കാഷ്ടത്തില് ഈ ഒരു പേരക്കയുടെ വിത്ത് ഉണ്ടായിരിക്കും അല്ലെ. ആ വിത്ത് പിന്നീട് അവിടെ കിടന്ന് എന്ത് ചെയ്യും? മുളച്ച് വന്നിട്ട് ഒരു വലിയ മരമായിട്ട് മാറും. അങ്ങനെ മറ്റ് ജീവികളുടെ വിസർജ്യത്തിലൂടെയും എന്ത് നടക്കുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ക്ലാസിഫിക്കേഷൻ മക്കള് ഓർത്തിരിക്കുക കേട്ടോ. വിത്ത് വിതരണം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? കാറ്റിലൂടെ എന്ത് ആവുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേഹത്തിലൂടെയൊക്കെ പറ്റി പിടിച്ചിട്ട് വിത്ത് വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കാറ്റിലൂടെ പറഞ്ഞു, ദേഹത്ത് പറ്റി പിടിക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ജീവികളുടെ വിസർജ്യങ്ങളിലൂടെ എന്താവുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. പിന്നെ പൊട്ടിത്തെറിയിലൂടെ എന്താവുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ വാഹനങ്ങളെ കുറിച്ചല്ലേ. ഇന്ന് നമുക്ക് വാഹനങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊന്നും നമ്മളോട് ചോദിച്ചില്ല അല്ലെ. ഒരു പക്ഷെ നാളത്തെ എക്സാമിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. വിവിധ തരം വാഹനങ്ങളുടെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അല്ലെ. അതിൽ വാഹനങ്ങളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക കേട്ടോ. ഒന്ന് നമുക്ക് പറയാം, വാഹനങ്ങൾ ഒട്ടുമിക്കത് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? കാറ്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ, ട്രെയിന്, ബസ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് അല്ലെ. ഇനി യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണോ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കാറുള്ളത്? ആണ് മക്കളെ. നമ്മുടെ JCB അല്ലെങ്കിൽ ലോറി അല്ലെങ്കിൽ നമ്മുടെ ഉന്തുവണ്ടി തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മറ്റാവശ്യങ്ങൾക്കില്ല, അതായത് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ മക്കൾ ഓർത്തിരിക്കുക. നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ വാഹനങ്ങളുടെ കാര്യത്തിൽ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വാഹനങ്ങളുടെ കാര്യത്തിൽ പിന്നെ വരാവുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ധനങ്ങൾ ആവശ്യമുള്ള വാഹനങ്ങൾ, ഇന്ധനങ്ങൾ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷനും വരാം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് മക്കൾ ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ? കാറ്, ഓട്ടോറിക്ഷ, ബൈക്ക്, അതുപോലെ തന്നെ ബസ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ എന്ത് വേണം മക്കളെ? പെട്രോളോ ഡീസലോ വേണോ അല്ലെ, അത് നമുക്ക് ഓടിക്കാനായിട്ട്. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? ഇന്ധനം വേണം. ഇനി ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ സൈക്കിള് ഇന്ധനം ആവശ്യമുണ്ടോ? ഇന്ധനം ആവശ്യമില്ല. ഇനി ഉന്തുവണ്ടി അല്ലെങ്കിൽ കാളവണ്ടി, ഇതിനൊക്കെ നമുക്ക് ഇന്ധനം ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കൂടുതലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെ. ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്കൊക്കെ അറിയാലോ. ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് അല്ലെ, അങ്ങനെ ഇലക്ട്രിക് കാർ ഉണ്ട്. അങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാടുണ്ട്. അപ്പൊ അതെല്ലാം മക്കൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇലക്ട്രിക് കാർ എഴുതാം, ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഒക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം? ഇന്ധനം ആവശ്യമില്ലാത്തവ എന്നുള്ളവരുടെ കോളത്തിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അതാണ്. ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ
ഇന്ധനം ആവശ്യം ഇല്ലാത്ത വാഹനങ്ങൾ എന്നുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളുടെ സഞ്ചാരത്തിനനുസരിച്ച് നമ്മൾ വാഹനങ്ങളെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലെ. എല്ലാ വാഹനങ്ങളും ഈ റോഡിലൂടെ അല്ലെങ്കിൽ ഈ കരയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണോ മക്കളെ? ബസ്, അതുപോലെ തന്നെ കാറ്, ഓട്ടോറിക്ഷ, ജീപ്പ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ എവിടെയാണ്? നമ്മുടെ റോഡിലൂടെ അല്ലെ, അഥവാ കരയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. ഇനി മിസ് ചോദിക്കട്ടെ, ഈ തോണി, ബോട്ട്, ഹൗസ് ബോട്ട്, കപ്പല് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് മക്കളെ സഞ്ചരിക്കുന്നത്? നമ്മുടെ ബസ്സും കാറും പോകുന്ന പോലെ റോഡിലൂടെയാണോ പോകുന്നത്? അല്ല, അവയൊക്കെ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണ് അല്ലെ. അപ്പൊ കരയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകൾ പഠിക്കാം, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകൾ പഠിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ വായുവിലൂടെ പോകുന്ന വാഹനങ്ങൾ. വളരെ സിമ്പിൾ ആണ് അല്ലെ. വായുവിലൂടെ പോകുന്ന വാഹനങ്ങൾ വിമാനം, ജെറ്റ് അല്ലെ, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ എന്നൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫിക്കേഷനിൽ എഴുതാവുന്നതാണ്. അപ്പൊ വാഹനങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷൻ മക്കള് പഠിച്ചിരിക്കുക. അത് നമുക്ക് ഇന്ന് ചോദിക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് നാളെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ മക്കളെ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു വിവിധ വിഭവങ്ങളെ കുറിച്ച് അല്ലെ. വിഭവങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അവിടെ നിങ്ങൾ പലഹാരങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആഹാര സാധനങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് ഈ വേവിച്ച് കഴിക്കുന്നത് ആഹാരങ്ങളെ കുറിച്ചും വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങളെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങളെ കുറിച്ചും പിന്നെ എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുക്കുന്നവയെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പൊ പലഹാരങ്ങളിൽ ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ പുട്ട്, ഇഡലി, അതുപോലെ തന്നെ നൂലപ്പം തുടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന ആഹാരങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നെയ്യപ്പം, ഉണ്ണിയപ്പം, അതുപോലെ തന്നെ പഴംപൊരി, സമൂസ, അച്ചപ്പം, കുഴലപ്പം തുടങ്ങിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്. ഇനി മിസ് ചോദിച്ചോട്ടെ, നമ്മൾ വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങൾ ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് വേവിക്കാതെ കഴിക്കാം അല്ലെ. ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, പഴങ്ങള് തുടങ്ങിയിട്ടുള്ള എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ സാലഡ് നമുക്ക് വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നതാണ് അല്ലെ. പിന്നെ മോര്, തൈര് തുടങ്ങിയിട്ടുള്ളവയൊക്കെ നമുക്ക് വേവിക്കാതെ കഴിക്കാവുന്നതാണ്. അപ്പൊ അവയുടെ പേര് ഓർത്തിരിക്കുക. അതും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷന്റെ ഭാഗത്തിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ മക്കള് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു വിഭവത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യാന് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. അതിന്റെ ഒരു പാചക കുറിപ്പ് എന്നുള്ള രീതിയിൽ കേട്ടോ. ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന രീതി എഴുതാനായിട്ട് മക്കള് പഠിക്കാൻ. ഏതെങ്കിലും ഒരു ചെറിയ ഡിഷിന്റെ മതി, മക്കൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം? അത് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഒരു വിഭവത്തെ കുറിച്ചിട്ട് ഒരു പാചക കുറിപ്പ് എഴുതുന്ന സമയത്ത് മക്കൾ എന്ത് ശ്രദ്ധിക്കണം മക്കളെ? ആദ്യം അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണുള്ളത് മക്കൾ എന്ത് ചെയ്യണം? ആദ്യം പ്രത്യേകം ലിസ്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ് വേണ്ടത് ഓരോന്നിനെ പേര് എഴുതിയിരിക്കുക. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? പാചക രീതിയിലെ അല്ലെങ്കിൽ തയ്യാറാക്കുന്ന വിധം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണോ അത് തയ്യാറാക്കുന്നതിന് ഓരോ സ്റ്റെപ്പും മക്കൾ എന്ത് ചെയ്യണം? എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായോ മക്കളെ? അപ്പൊ ഇന്ന് തന്നെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു വിഭവത്തെ കുറിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം? അത് തയ്യാറാക്കാവുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പം വിഭവങ്ങളെ കുറിച്ച് പഠിക്കുക, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡയറി. ഡയറിയുടെ കാര്യം നമ്മൾ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും എഴുതുന്ന കാര്യമാണ് ഡയറി. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ സാധാരണ എഴുതുന്നതിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഭംഗിയാക്കിയിട്ട് എക്സാമിന് എഴുതുക. എക്സാമിന് എഴുതുന്ന സമയത്ത് ഡയറിയിൽ എന്ത് വേണം മക്കളെ? ഒരു നമുക്ക് അത് ഡേറ്റ് വേണം, അതുപോലെ തന്നെ ഏതാണ് ദിവസം എന്നുള്ളത് വേണം അല്ലെ. ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് ആണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഡേറ്റ് ചെയ്താൽ ഇന്നത്തെ ദിവസം ഏതാണ്? വ്യാഴമാണെങ്കിൽ വ്യാഴം, വെള്ളി ആണെങ്കിൽ വെള്ളി എന്നുള്ള ദിവസവും മക്കൾ എന്ത് ചെയ്യുക? എഴുതുക. പിന്നെ ഡയറിക്ക് നല്ലൊരു തുടക്കം വേണം. അപ്പൊ നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണെങ്കിൽ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറിക്ക് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുക അല്ലെ. അപ്പൊ അത്തരത്തിൽ അതിനൊരു തുടക്കമൊക്കെ കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ഡയറി ഒന്നും കൂടി അട്രാക്റ്റീവ് ആവുക കേട്ടോ. അപ്പൊ മക്കൾ ആ കാര്യം ശ്രദ്ധിക്കാം. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഡയറി ഒക്കെ പഠിച്ചിട്ട് പോവുക. ഓക്കെ. പിന്നെ നമുക്കുള്ള ഒന്നാണ് നമ്മുടെ ക്ഷണക്കത്ത് എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ക്ഷണക്കത്ത് എന്ന് പറയുന്ന സമയത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം മക്കളെ? നമ്മൾ ഡേറ്റ് എഴുതണം, പ്ലേസ് എവിടെയാ എന്നുള്ളതും എഴുതണം അല്ലെ. നമ്മുടെ കൂട്ടുകാർക്കൊക്കെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ? പ്രിയപ്പെട്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പുവിന് എന്താണ് ഒരു കത്ത് എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എന്റെ പ്രിയപ്പെട്ട അപ്പുവിന് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? കത്ത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ അതുപോലെ കത്തിനും എന്ത് വേണം മക്കളെ? ഒരു തുടക്കം വേണം. പിന്നെ എന്താണോ കാര്യം, എന്ത് ആവശ്യത്തിനാണോ നമ്മൾ ഈ കത്ത് എഴുതുന്നത് ആ കാര്യം എന്ത് ചെയ്യണം? അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മുടെ നാട്ടില് പൂരം നടക്കുകയാണ് അല്ലെ. അപ്പൊ പൂരത്തിന് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനായ അപ്പുവിനെ എന്ത് ചെയ്യണം? പൂരം കാണാനായിട്ട് ക്ഷണിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പുവിന് കത്ത് എഴുതണം. അപ്പൊ കത്ത് എഴുതുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? ഡേറ്റ് ചെയ്തണം. നമ്മൾ കത്ത് എഴുതുന്ന പ്ലേസ് എവിടെയാണോ ആ സ്ഥലം എവിടെയാണോ സ്ഥലത്തിന്റെ പേര് എഴുതണം. എന്നിട്ട് നമ്മൾ അപ്പുവിനല്ലേ കത്ത് എഴുതുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം?
പ്രിയപ്പെട്ട അപ്പുവിന് നിനക്ക് സുഖം തന്നെയല്ലേ, അല്ലെങ്കിൽ നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കും സുഖം തന്നെയല്ലേ? എനിക്കിവിടെ സുഖം തന്നെയാണ്. ഞാൻ ഈ ഒരു കത്ത് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നെ അറിയിക്കാനാണ്. എന്റെ നാട്ടില് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച എന്താണ്, പൂരമാണ് അല്ലെ. അപ്പൊ നീ എന്ത് വരണം, അതിന് പങ്കെടുക്കാനായിട്ട് തീർച്ചയായിട്ടും വരണേ. നീ വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു എന്ന് സ്വന്തം എന്ന് പറഞ്ഞിട്ട് മക്കളുടെ പേര് കൂടി എഴുതാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കത്തായി നിങ്ങൾക്ക് അതിന് 5 മാർക്കും കിട്ടും. ഓക്കെ മക്കളെ, അപ്പൊ ഒരു ക്ഷണക്കത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ മക്കൾ വളരെ ഭംഗിയായിട്ട് എഴുതുമല്ലോ. ആ ഡേറ്റ് എഴുതുന്നതിനും പ്ലേസ് എഴുതുന്നതിനും അതുപോലെ തന്നെ കത്തിനൊരു തുടക്കം കൊടുക്കുന്നതിനും താഴെ എന്ന് നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ സ്നേഹത്തോടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേര് എഴുതുന്നതിനും മക്കൾക്ക് പ്രത്യേകം മാർക്കുകളുണ്ട്. ആ കാര്യം ശ്രദ്ധിച്ചിട്ട് മക്കൾ കത്ത് എഴുതുക കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ക്ഷണക്കത്തിൽ പറയാനായിട്ടുള്ളത്. പിന്നെ മക്കള് സിഗ്നലിനെ കുറിച്ച്, സിഗ്നൽ ലൈറ്റിൽ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 സിഗ്നൽ ലൈറ്റുകളെ കുറിച്ച് മക്കൾ നോക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, മഞ്ഞ അല്ലെ. ചുവപ്പ് വരുന്ന സമയത്ത് വാഹനങ്ങൾ നിർത്തുക, കാൽനട യാത്രക്കാർക്ക് എന്ത് ചെയ്യാം, നടന്നു പോവാം. ഇനി യെല്ലോ കത്തുന്ന സമയത്ത് വാഹനങ്ങൾ എന്ത് ചെയ്യണം, പോവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം അല്ലെ. ഇനി ഗ്രീൻ കത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം, വാഹനങ്ങൾക്കൊക്കെ പോവാം, യാത്രക്കാർ എന്ത് ചെയ്യാം, അവിടെ നിൽക്കുക അല്ലെ. അപ്പൊ ആ ഒരു സിഗ്നൽ ലൈറ്റിനെ കുറിച്ചിട്ട് മക്കളൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നാളത്തെ എക്സാമിനായിട്ട് നിങ്ങൾ പഠിക്കട്ടെ. പലഹാരങ്ങളിൽ നമ്മൾ ഇവിടെ വിഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു സിഗ്നലിനെ കുറിച്ചൊക്കെ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് വരിക. പിന്നെ വരികൾ ചേർക്കാം എന്നുള്ളൊരു ഭാഗം കൂടി കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇനി കൂടുതൽ അതിനെ കുറിച്ച് പറയണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ മക്കൾ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി കാണാട്ടോ. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ അതില് ഇന്നത്തെ എക്സാമിന് ചോദിക്കാത്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടീച്ചർ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരു വരികൾ ചേർക്കാം എന്നുള്ള പ്രവർത്തനം ചിലപ്പോൾ മക്കൾക്ക് വരുമായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്തേ, വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടുകാരൂടെ ഉണ്ട്. പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.